മൈ ഡിയർ ഫ്രണ്ട്സ്, ചില കുട്ടികൾക്ക് ഹോസ്റ്റലിൽ പോയി താമസിക്കാൻ ഒരു ഭയം. അതേപോലെ തന്നെ ജനറൽ ട്രാൻസ്ഫറിൻ്റെ സമയമായതുകൊണ്ട് രക്ഷകർത്താക്കളിൽ ആർക്കെങ്കിലും ട്രാൻസ്ഫർ കിട്ടി ദൂരെ പോയി താമസിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി പലർക്കും ആങ്സൈറ്റി ഉണ്ടാകും, ഭയവും ഉണ്ടാകും. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തങ്ങൾക്കോ തങ്ങളുടെ ആളുകൾക്കോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അകാരണമായ ഭയം, അതുകൂടാതെ ശാരീരികമായിട്ട് ഛർദ്ദിൽ, വയറുവേദന, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങളും, രാത്രിയിൽ സ്വപ്നം കണ്ട് ഭയക്കുക, ചിലർക്ക് സ്ലീപ്പ് തന്നെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുന്ന ഒരു വേർപിരിയുന്നതിന് ഉത്കണ്ഠ എന്നർത്ഥത്തിൽ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന ഒരു വൈകല്യമായി കണക്കാക്കപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ശരിക്കും എന്താണെന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നത് സ്വയം അതിന് മുതിരാതെ അടുത്തുള്ള കൗൺസിലിംഗ് സെൻറ്ററിൽ എവിടെയെങ്കിലും പോയി ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അവരുമായി ഡിസ്കസ് ചെയ്തിട്ട് അവർ സൈക്കോതെറാപ്പിക് ടെക്നിക്കുകൾ ഏതെങ്കിലും കോഗ്നിറ്റീവ് തെറാപ്പിയോ ടോക്ക് തെറാപ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനെ ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം. കുട്ടികൾക്ക് പഠിച്ച് മിടുക്കരാകുന്നതിനും രക്ഷകർത്താക്കൾക്ക് സമാധാനപരമായി അവരുടെ ജോലി ചെയ്യുന്നതിനും സാധിക്കും. ഇത്തരം വൈകല്യങ്ങളെ എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജീവിത വിജയത്തിൻ്റെ ആവശ്യം തന്നെ. ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വേറൊരു സിംറ്റവുമായി അടുത്തയാഴ്ച.